ആറന്മുളയിലെ വിവാദ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോയി സർക്കാർ. ടോഫലിൻ്റെ ഇലക്ട്രോണിക് ക്ലസ്റ്റർ പദ്ധതിയിൽ മുന്നോട്ടില്ലെന്ന് വിവരാവകാശ മറുപടി. പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് കണക്കിലെടുത്താണ് തീരുമാനം. വിവരങ്ങളുമായി ബി വിനീഷ് ഒപ്പം ചേരുന്നു. വിനീഷ് പറയൂ. IT വകുപ്പിന് കീഴിൽ വരുന്ന കമ്പനിയാണ് KSITCL. ഈ കമ്പനിയുടെ നേതൃത്വത്തിലായിരുന്നു നേരത്തെ ഈ ആറന്മുളയിലെ വിവാദ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പദ്ധതിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു. KGS ഗ്രൂപ്പ് ആയിരുന്നു പദ്ധതിയുമായി രംഗപ്രവേശനം ചെയ്തത്. ഇലക്ട്രോണിക് ക്ലസ്റ്റർ പദ്ധതിക്കായിരുന്നു അന്ന് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KSITL രംഗത്തെത്തിയത്. ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു. പ്രത്യേകിച്ച് തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം ഈ പ്രദേശത്ത് മറ്റു പദ്ധതികളൊന്നും തന്നെ പാടില്ല. കാരണം നെൽവയലും തണ്ണീർത്തടം നികത്തുന്നതിനെതിരെ വലിയ രീതിയിലുള്ള അന്ന് തന്നെ ഈ ആറന്മുള വിമാനത്താവള പദ്ധതിയുമായി രംഗപ്രവേശനം ചെയ്തത് മുതൽ തന്നെ വലിയ വിമർശനങ്ങൾ ആ പ്രദേശത്ത് നിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നിരുന്നു. ആ പദ്ധതി കോടതി ആദ്യഘട്ടത്തിൽ എതിർത്തു. കോടതിയുടെ വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ടായി. പദ്ധതിയുമായി ആറന്മുള വിമാനത്താവള പദ്ധതിയുമായി സർക്കാർ പിന്നീട് പുറകിലോട്ട് പോകുന്നതായിരുന്നു കാണാൻ സാധിച്ചത്. അതിന് പിന്നാലെയായിരുന്നു ഈ ഇലക്ട്രോണിക് ക്ലസ്റ്റർ പദ്ധതി IT വകുപ്പിന് കൊണ്ടുവരാനുള്ള ഒരു സർക്കാർ ശ്രമം നടത്തിയത്. ഏകദേശം 344 ഏക്കർ വരുന്ന പ്രദേശത്തിന്റെ ഭൂരിഭാഗവും ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തിയതും തണ്ണീർത്തട പ്രദേശവുമാണ്. ഇവിടെ ഈ പ്രദേശത്താണ് നിലവിൽ പദ്ധതി വരാനായിട്ടുള്ള സർക്കാർ ശ്രമം നടത്തിയത്. പക്ഷേ ജില്ലാ കളക്ടറും ഈ കാര്യത്തിൽ കൃത്യമായ ഒരു റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് നൽകുന്ന സാഹചര്യമുണ്ടായി. ആ റിപ്പോർട്ടും CPI സർക്കാരിന്റെ ഈ നിലപാടിനെതിരെ ആദ്യഘട്ടത്തിൽ രംഗത്ത് വന്നിരുന്നു. വലിയ പ്രതിഷേധം CPI തന്നെ ഉയർത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അങ്ങനെ നിലവിലെ സാഹചര്യത്തിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്നും മറ്റു വിവിധ സംഘടനകളുടെ ഭാഗത്തുനിന്നും വലിയ ശക്തമായ എതിർപ്പുണ്ടായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പദ്ധതിയുമായി ഇലക്ട്രോണിക് ക്ലസ്റ്റർ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. വിവരാവകാശ പ്രകാരം ചോദിച്ച ചോദ്യത്തിലാണ് ഈ മറുപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിരിക്കുന്നത്. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകി.